നമസ്കാരം, ഞാൻ രാജേഷ് കൃഷ്ണൻ കുമളിയിൽ നിന്നും. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോഡിയിലാണ്, തമിഴ്നാട് ബോഡിയിൽ. ഇവിടെ ഞാനൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇന്ത്യ ആഗ്രോ കൃഷിയെക്കുറിച്ച് ഒന്ന് ഇവിടുത്തെ തമിഴ്നാട് ഗ്രൂപ്പിൻ്റെ ഒരു കർഷകൻ ചെയ്തേക്കുന്ന വിളകളാണ്. ഭൂവസ്ത്ര അപ്ലൈ ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഇലകളൊക്കെ പഴുത്തിരുന്നതാണ്. പഴുപ്പ് മാറി തുടങ്ങി. 2 ദിവസമായപ്പോൾ തന്നെ മാറ്റമായി തുടങ്ങി എന്നാണ് പറയുന്നത്. കാരണം വാടി നിന്നെയായിരുന്നു ഇലയൊക്കെ. ഇപ്പോൾ അടുത്ത് പയർ കൃഷിയാണ് ഈ കാണുന്നത്, ഇപ്പോൾ കാണുന്നേക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് സെയിം കർഷകൻ്റെ തന്നെ കൃഷിയാണ്, കോളിഫ്ലവറിൻ്റെ കൃഷിയാണ് ചെയ്തേക്കുന്നത്. ഇത് തമിഴ്നാട് ബോഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൃഷിയാണ് കാണുന്നത്. തമിഴ്നാട് ഇതെവിടെ എല്ലാം നമുക്ക് കേരളത്തിലെ പോലെ അല്ല, നമ്മൾ കൃഷിയോട് വ്യത്യസ്തമായ രീതിയിലായിരിക്കും കൃഷി ചെയ്യുന്നത്. ഇവിടെ വെള്ളം എത്തിച്ചുകൊണ്ട് ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നതല്ല. അതാണ് ഈ കറുത്ത ട്യൂബ് പോയിരിക്കുന്നത്. കോളിഫ്ലവർ കൃഷിയാണ് ഈ പോയിരിക്കുന്നത്. ചെറിയ കൃഷി ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അതെവിടെയും ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത പാടത്ത് ഒരു മാസം പ്രായമായ കോളിഫ്ലവറാണ്. കാ പിടിക്കാറായി നിൽക്കുന്ന കോളിഫ്ലവറുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ചില്ലിയുണ്ട്. ചില്ലിക്ക് രോഗം വന്ന് മുരടിച്ച് പോയി. അപ്പം അതിനുശേഷമാണ് ഇന്ത്യ ആഗ്രോ കൃഷിയെക്കുറിച്ച് തമിഴ്നാട് ഗ്രൂപ്പിൻ്റെ ഒരു ട്രെയിനിങ് ഈ കർഷകൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിരിക്കുന്നത്. ഇതിൽ വിജയം കണ്ടു കഴിഞ്ഞാൽ പുള്ളി തുടർച്ചയായി ഇന്ത്യ ആഗ്രോ കൃഷി ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കർഷകൻ്റെ വേല ചെയ്യുന്ന 2 പേരേ ഉള്ളൂ ഇവിടെ. അവർക്ക് സംസാരിക്കാൻ അറിയില്ല, അതാണ് അവർ സംസാരിക്കാത്തത്. ഞാൻ സംസാരിക്കാൻ പറഞ്ഞു, പക്ഷേ അവർ ഫോട്ടോയ്ക്ക് പോലും ഫോക്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല, നാണമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ ആഗ്രോ തമിഴ്നാട് വളരെ വലിയൊരു മുന്നേറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എൻ്റെ കുമളി ഭാഗത്തിൻ്റെ തൊട്ട് താഴോട്ട് തമിഴ്നാട് ഗ്രൂപ്പ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യ ആഗ്രോ. അതുകൊണ്ട് നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഇന്ത്യ ആഗ്രോയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് പോയിൻറ്റുകൾ ഏറ്റവും കൂടുതൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്ത്യ ആഗ്രോ പ്രോഡക്റ്റ്. അതുകൊണ്ട് മാക്സിമം ഇന്ത്യ ആഗ്രോ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്താൽ ഒരു കസ്റ്റമറെ പിടിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഒരിക്കലും പോകത്തില്ല. ആ കസ്റ്റമർ വളരെയധികം കസ്റ്റമേഴ്സിനെ കൊണ്ടുതരും. നമുക്ക് വെൽനസ് ഉൽപ്പന്നത്തെക്കാളിലും വളരെ എഫക്റ്റീവാണ് ഇന്ത്യ ആഗ്രോ വർക്ക്. കാരണം ഇന്ത്യ ആഗ്രോ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കർഷകനിൽ നിന്ന് എത്ര പേരെ കോൺടാക്റ്റ് കിട്ടുമെന്ന് നമുക്ക് ഒന്ന് പ്രവർത്തിച്ച് നോക്കി അറിയാൻ പറ്റും. എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. വ്യക്തമായി ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വളരെ തമിഴ്നാട് ഏരിയയിൽ വളരെയധികം കർഷകർ ഇത് ഉപയോഗിക്കുമെന്ന് അറിഞ്ഞതിൻ്റെ ഭാഗത്ത് ഇന്നൊരു സർവേ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ കർഷകരെയൊക്കെ ഒന്ന് കാണാമെന്ന് അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് എൻ്റെ വർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്ത് രീതിയിൽ പോകണം എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് ഈ സത്യത്തിൽ ഇന്ന് ഞാൻ തമിഴ്നാട് ഏരിയയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വർക്കിൻ്റെ ഉദ്ദേശം തന്നെ ഇന്ത്യ ആഗ്രോ കൃഷി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കർഷകരെ നേരിട്ട് കണ്ട് അവരുടെ അനുഭവങ്ങളൊന്ന് എനിക്ക് പകർന്നെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഒരു 3ാമത്തെ കർഷകനെയാണ് കാണുന്നത്. ഇനി ഞാനൊരു വാഴക്കൃഷി ചെയ്യുന്നൊരു കർഷകനെ കാണാനുണ്ട്. പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, അവിടേക്ക് പോവുകയാണ്. അതുപോലെ മുന്തിരി കൃഷി ചെയ്യുന്ന ജെനീസ് തോട്ടം, അങ്ങനെ ടോണി എന്നാണ് അതിൻ്റെ ഓണറുടെ പേര്. പുള്ളിക്ക് 2500 ഏക്കറാണ് തമിഴ്നാട് ഈ ഏരിയയിൽ കൃഷി ചെയ്യുന്നത്. തെങ്ങുംതോപ്പ് തന്നെ 200 ഏക്കറുണ്ട്. അങ്ങനെ പുള്ളിക്ക് വളരെ വലിയൊരു കർഷകനാണ് ഈ പുള്ളി. കേക്കേപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടോണിയുടെ വീട്. ജെനിവിലാസ് എഗ്ഗ് ഫാക്ടറിയൊക്കെ ഉണ്ട്. എഗ്ഗിൻ്റെയൊക്കെ ഭയങ്കര വലിയൊരു കർഷകനാണ്. ആ പുള്ളിയെ നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം.